ചൈതന്യ റെസിഡൻസ് അസോസിയേഷന്റെ 9ാം വാർഷികം ആഘോഷമാക്കി ഭാരവാഹികളും അംഗങ്ങളും. കൊല്ലം കോഴിപ്പറമ്പത്ത് വെച്ച് നടന്ന വാർഷികാഘോഷം പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ചൈതന്യ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു. ചൈതന്യ റെസിഡൻസ് അസോസിയേഷന്റെ 9ാം വാർഷികാഘോഷ പരിപാടികൾ കൊല്ലം കോഴിപ്പറമ്പത്ത് നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ ഭദ്രദീപം കൊളുത്തി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അങ്ങനെയുള്ള കേരളം ഒരു മഹാനഗരമാകുമ്പോൾ എന്തു സംഭവിക്കും? അയൽക്കാരൊക്കെ അപരിചിതർ ആയിത്തീരും. മറ്റൊരാളുടെ പ്രയാസവും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ ആയിത്തീരും. അങ്ങനെ പരസ്പരം ഒരു ബന്ധവുമില്ലാത്ത, ഒന്നും പങ്കിടാത്ത ഒരു ജനതയായി കേരളീയർ മാറുന്നതിന് എന്തൊരു പ്രതിവിധിയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു പ്രതിവിധിയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളും ഈ ചടങ്ങും എന്നാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ പരസ്പരം അറിയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കലാപ്രകടനങ്ങൾ ഇവിടെ കാണുന്നു. അമ്മമാരൊക്കെ പഴയ ഓർമ്മകൾ, പഴയ ചിലങ്കകൾ വീണ്ടും കെട്ടുന്നു. അങ്ങനെ പാട്ടും നൃത്തവും ഒക്കെയായി ഒരു രാത്രി. അതിനു പുറത്ത് അസോസിയേഷനിലെ മുതിർന്ന അംഗം വാരിച്ച വീട്ടിൽ ലക്ഷ്മിക്കുട്ടിയമ്മയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. NV വത്സൻ മാസ്റ്റർ അധ്യക്ഷനായി. 2024 പെൺപെരുമ പുരസ്കാരം നേടിയ ഷമീമ ഷഹനായി, കവിയത്രി നിഷ R എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. കലാകായിക വേദികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ അനുമോദിച്ചു. ഉമേഷ് കൊല്ലം സ്വാഗതവും ഇളയിടത്ത് സുകുമാരൻ നായർ നന്ദിയും പറഞ്ഞു. തുടർന്ന് ചൈതന്യ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.